ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക്. അപ്പൊ എന്തൊക്കെയുണ്ട് വിശേഷം? എല്ലാവർക്കും സുഖമല്ലേ? നമ്മുടെ ഫസ്റ്റ് ട്രിപ്പ് പോവാണ് ബാംഗ്ലൂർ ടു മൂന്നാർ. ഓക്കെ, 3 മണി കഴിഞ്ഞു. 3 മണി കറക്റ്റ് ഇറങ്ങണം എന്ന് വിചാരിച്ചാണ്, പക്ഷെ നടന്നില്ല. പാക്കിംഗ് ഒക്കെ ഇന്ന് രാത്രി തന്നെ ചെയ്യുന്നുണ്ടായിരുന്നു. ആദ്യം നീ കാണിച്ചു തരാം. അപ്പൊ നമുക്ക് ഇവിടുന്ന് നേരെ അത്തിപ്പള്ളിയിലേക്ക് പോവാം. അവിടുന്ന് ബാക്കി കാര്യങ്ങളായിരുന്നു. കുറച്ചുകൊണ്ട് ഫ്രഷപ്പ് ആയി ചായ കുടിച്ച് ജസ്റ്റ് ഞാൻ അപ്ഡേറ്റ് ചെയ്യാറോ കാര്യങ്ങളായിട്ട്. ഓക്കെ, അപ്പോൾ ലെറ്റ്സ് മൂവ് ഓൺ ഗൈസ്. വണ്ടി ഓൾ റെഡിയാണ്. ഞാൻ പറയുന്നത് ക്ലിയർ ആണെന്ന് വിചാരിക്കുന്നു. വണ്ടി ഒക്കെ പാക്കിംഗ് ഒക്കെ സെറ്റ് ചെയ്തു. ഓക്കെ, അപ്പോൾ നമുക്ക് നേരെ തന്നെ അത്തിപ്പല്ല് പിടിക്കാം. ഓക്കെ, നമ്മളങ്ങനെ ഇപ്പൊ അത്തിപ്പല്ലെ ടോൾ ഗേറ്റിലെത്തി. ഒരു ചായ കുടിച്ചിട്ട് ഇനി നേരെ ഒറ്റ വിടല് സേലം വരെ പോകണമെന്ന് ആഗ്രഹമുണ്ട്. നോക്കാം. ഞാൻ ഒരുപാട് വരുന്ന സമയത്ത് നോക്കി, നമുക്ക് നൈട്രജൻ എവിടെയും കിട്ടിയിട്ടുണ്ടായിരുന്നില്ല. അപ്പോൾ ഒരുപാട് നോക്കിയിട്ട് ലാസ്റ്റ് ഫുള്ള് സെറ്റ് ചെയ്തു. അതുവരെ വണ്ടി ഒന്ന് ഫുള്ളാവാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ടായിരുന്നു. സത്യം പറഞ്ഞാൽ ഒരു നൈട്രജൻ കംപ്ലീറ്റ് നിറയ്ക്കേണ്ടതായിരുന്നു. ഐ മീൻ ബിഫോർ ദ റൈഡ്, എനിക്കറിയാം. പക്ഷേ ഒരുപാട് ഞാൻ നോക്കി, എല്ലാവിടെയും ക്ലോസ്ഡ് ആയിരുന്നു, എവിടെയും കിട്ടിയില്ല. പിന്നെ വണ്ടി നൈട്രജൻ അടിച്ച് കറക്റ്റ് ആ ഒരു ലെവലായ പിന്നെ വണ്ടിയുടെ ആ ഒരു പുള്ളി ഒരു 1.5 പുള്ളി തന്നെയായിരുന്നു ഉണ്ടാവും. ഞാനെന്നാ മെല്ലെ ഒരു ചായ കുടിച്ചിട്ട് മെല്ലെ വിടട്ടെ. റോഡ് നോക്കിയാൽ നല്ല അന്യായ വ്യൂ അല്ലല്ലേ, അടിപൊളി വ്യൂ. ആക്ച്വലി നമ്മൾ അവിടുന്ന് നമ്മൾ ഈ ഒരു ഫ്ലൈ ഓവർ കയറുന്നതിന് മുന്നേ അവിടെ ഒരു ചെറിയൊരു എക്സിറ്റ് ഉണ്ടായിരുന്നു, അതെടുക്കണം. നമ്മൾ നേരെ ഇതുവഴി വന്ന് നോക്കുമ്പോൾ ഇങ്ങോട്ടേക്ക് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. അത് ഇച്ചിരി ടാസ്ക് പിടിച്ച റൂട്ടാണിത്. അതിൻ്റെ കാരണം നമ്മൾ ഇതിൻ്റെ ഇപ്പുറത്ത് സ്പേസ് ഇല്ലാത്തതുകൊണ്ട് തന്നെ അവിടെ നിന്ന് വീഴാനുള്ള എല്ലാ ചാൻസും ഉണ്ട്. അതുകൊണ്ട് അതിൽ കൂടെ പോകണില്ല. നമുക്ക് ഇനി അവിടുന്ന് ചെറിയൊരു കട്ടിങ് എടുത്ത് ഇത് ഏത് വഴി വന്നിട്ട് അങ്ങനെ പോകേണ്ടി വരും. അവിടെയൊക്കെ നിൽക്കുന്ന നമ്മുടെ കൂടെ ഉണ്ടായിരുന്നവരാണ്. അപ്പം നമ്മൾ ഇപ്പോൾ ഉള്ളത് പാലക്കാടല്ല, പാലക്കോട്. അതായത് ബാംഗ്ലൂർ ടു ധർമ്മപുരി പോകുന്ന റൂട്ടിലുള്ള ഒരു സ്ഥലമാണ് പാലക്കോട്. ഓക്കെ, ഒരു ചായയും ബ്രെഡ് ഓംലെറ്റും പറഞ്ഞിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ ഞാൻ മാപ്പ് നോക്കിയപ്പോൾ നമ്മൾ വരുന്ന വഴിക്ക് A2B ഉണ്ടായിരുന്നു. പക്ഷേ ഇനി ഇവിടുന്ന് A2Bയിലേക്ക് എന്നൊരു 1 hour ഡ്രൈവ് കൂടെ കാണിക്കുന്നുണ്ട്. അപ്പോൾ പിന്നെ വിചാരിച്ചു എന്നാൽ പിന്നെ ഇവിടുന്ന് ഒരു ചായയും ബ്രെഡ് ഓംലെറ്റൊക്കെ കഴിച്ചിട്ട് നല്ല പോവാന്ന്. വണ്ടി ഞാൻ കാണിച്ചു തരാം, നല്ല രസമുണ്ട് ഇവിടുന്ന് കാണാൻ. അങ്ങനെ ഗായ്സ്, വളരെ സക്സസ്ഫുള്ളി നമ്മൾ 1000 കിലോമീറ്റർ തികച്ചിരിക്കുന്നു. A2B തപ്പി നടന്നതാണ് ഞാൻ. പക്ഷെ ഞാനിത് ഈ റൂട്ട് ഇങ്ങനെയാണ് പോകുന്നത്. A2B ഇതേ അവിടെ കിടക്കുന്നു. ഇതിലിനി അപ്പുറത്തേക്ക് ചാടിക്കടന്ന് അവിടെ പോയി ഫുഡ് കഴിക്കുക എന്ന് പറയുന്നത് വലിയ ബുദ്ധിമുട്ടായിരിക്കും. അതുകൊണ്ട് ഞങ്ങൾക്ക് ഇവിടെയാണ് വന്നത്. ഓക്കെ, ശ്രീ അമൃത ഭവൻ വെജ് ഫാമിലി റെസ്റ്റോറൻറ്റ്. നമുക്ക് ഇവിടെ കയറി എന്തെങ്കിലും കഴിച്ചിട്ട് നമുക്ക് നേരെ ധർമ്മപുരി കഴിഞ്ഞു സേലം റോഡ് പോയിക്കൊണ്ടിരിക്കുകയാണ് ഇപ്പോൾ. ഓക്കെ, അപ്പോൾ ഇനി ഫുഡ് കഴിച്ചിട്ട് കാണാൻ കഴിച്ചു. ഓക്കെ, ഞാൻ ആക്ച്വലി നമ്മൾ പറഞ്ഞ ആ വീഡിയോ ഇല്ലേ, ഇതിൻ്റെ ഒരു സൗണ്ടിൻ്റെ കാര്യം, അത് ആക്ച്വലി എന്താ പറയുക, വലിയ വ്യത്യാസമൊന്നുമില്ല. പാഡ് മാറ്റി തന്നിട്ട് വീണ്ടും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് സൗണ്ട്. ഞാൻ മറ്റേ ബ്രേക്കിൻ്റെ ക്ലീനറൊക്കെ വെച്ചിട്ട് ക്ലീൻ ചെയ്തു, എന്നിട്ട് വലിയ വ്യത്യാസമൊന്നുമില്ല. ഇനിയിപ്പോൾ നാട്ടിൽ ചെന്നിട്ട് നല്ലൊരു ബജാജ് സർവീസ് സെൻറ്ററിൽ പോയിട്ട് അവർക്ക് എന്താ അതിൽ പറയാനുള്ളത് നോക്കാം. ഓക്കെ, ചിലപ്പോൾ ഒന്നിക്കൽ വീൽ അലൈൻമെന്റിന്റെ ഇഷ്യൂ ആയിരിക്കും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ അലൈൻമെന്റ് ഒന്ന് റെഡിയാക്കിയിട്ട് ചെയ്യാം. അല്ല, പറഞ്ഞ അവിടുന്ന് ബാംഗ്ലൂരിൽ നിന്ന് പറഞ്ഞ പോലെ കാലിപ്പറിന്റെ ഒരു ഇഷ്യൂ ആണെന്നുണ്ടെങ്കിൽ നമുക്കത് പിന്നീട് നോക്കിയിട്ട് മാറ്റണം. അപ്പൊ എന്തായാലും കഴിച്ചാൽ ഞാൻ ഫുഡ് കഴിച്ചിട്ട് നല്ല തിരക്കാണ്. ഇപ്പോൾ ഒരുപാട് ആൾക്കാർ ആ ഒരു ഭാഗത്തേക്ക് പോകുന്നുണ്ട്. ഒന്നാമത് ദീപാവലിയുടെ ഒക്കെ ലീവല്ലേ, ഒരുപാട് ആൾക്കാർ സെയിം റൂട്ട് പൊയ്ക്കൊണ്ടിരിക്കും. മിക്കവാറും അവിടെ എത്താൻ വേണ്ടിയിട്ട് ഒരു 5 മണി എന്തായാലും ആവും. അത്യാവശ്യം വണ്ടികളുണ്ട്. ഞാനൊരു പ്ലെയിൻ ദോശ ഓർഡർ ചെയ്തിട്ടുണ്ട്, അപ്പോൾ വരും നോക്കാം. ഞാനിതാ വീണ്ടും ടീ ബ്രേക്കിന്
നിർത്തിയിട്ടുണ്ട്. ഒരുപാട് മലയാളീസ്, കുറേ പേര് ബൈക്കിൽ ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഫുഡ് കഴിക്കാൻ മാത്രമേ നിർത്തത്തുള്ളൂ. ഇപ്പം സമയം ഏകദേശം 12:30ആയി. എനിക്ക് തോന്നുന്നു കണ്ടിന്യൂസ് 3 days വീക്കെൻഡ് കിട്ടിയപ്പോൾ എല്ലാ ആൾക്കാരും കർണാടകയിൽ നിന്നായിക്കോട്ടെ, തമിഴ്നാട്ടിൽ നിന്നായിക്കോട്ടെ, കേരളത്തിൽ നിന്നായിക്കോട്ടെ ഇഷ്ടം പോലെ ആൾക്കാരാണ് ഈ റൂട്ട്. ഐ മീൻ മൂന്നാർ തന്നെ വരുന്നതാണോ എനിക്കറിയില്ല. മൂന്നാർ, അതേപോലെ ഊട്ടി, കോയമ്പത്തൂർ, അവിടെയൊക്കെ കംപ്ലീറ്റ് തിരക്കാണ്. തിരക്കെന്ന് വെച്ചാൽ അന്യായ തിരക്കാണ്. അവിടെ എത്തിയിട്ട് എന്തായിരിക്കും അവസ്ഥ എനിക്ക് യാതൊരു ഐഡിയ ഇല്ല. അപ്പോൾ നല്ല വിശപ്പ്. A2B കുറേ നോക്കി. ഞാൻ നേരത്തെ രാവിലെ കാണിച്ചതുപോലെ എല്ലാം എൻ്റെ ഓപ്പോസിറ്റ് സൈഡാണ് വരുന്നത്. ഇവിടെ വെജാണെന്നാണ് പറഞ്ഞത്. അപ്പം നമുക്ക് എന്താ വെച്ചാൽ ഉള്ളത് ഓർഡർ ചെയ്ത് കഴിച്ചിട്ട് പെട്ടെന്ന് വിടാം. എന്ന് വെച്ച് കഴിഞ്ഞാൽ ഭയങ്കര തിരക്ക്. ആൾക്കാർ അത്രയും അധികം ആൾക്കാരുണ്ട്. അപ്പം നമ്മൾ എത്തി. ഇപ്പോൾ ഫോറസ്റ്റ് കഴിഞ്ഞേ ഉള്ളൂ. ടീ ബ്രേക്കിന് വേണ്ടിയിട്ട് ഒന്നുകൂടെ നിർത്തിയതാണ്. പള്ളനാട് കഴിഞ്ഞാൽ നല്ല മഞ്ഞുണ്ടാവില്ലേ? 2-3 മാസം മഞ്ഞ. അതെ അല്ലേ? ശബരിമല സീസണിന്റെ സമയം. ആ സീസൺ ആകുമ്പോൾ ഇവിടെ ഭയങ്കര മഞ്ഞാണ്. ഐപ്പശി അടുത്ത മാസമാവും. 1 മാസം കൂടെ ഉണ്ട്. ഡിസംബർ ആകുമ്പോൾ ഇന്നലെ നട തുറന്നു. അന്യായ വ്യൂ എന്ന് വെച്ച് കഴിഞ്ഞാൽ അന്യായ വ്യൂ ഒന്നും പറയാനില്ല. അത്രയും രസമാണ്. അയ്യോ ദൈവമേ എന്ത് രസം. പക്ഷെ നമ്മൾ ഞാൻ എത്താൻ വേണ്ടി ഇച്ചിരി ലേറ്റായി പോയി. ഞാൻ പെട്ടെന്ന് ഫോട്ടോ എണ്ണിപ്പോൾ, കാരണം കോട അവിടെ ഇറങ്ങുമെന്നാണ് ഞാൻ ചായക്കടയിലെ ചേട്ടൻ പറഞ്ഞത്. ഓക്കെ, അപ്പോൾ പെട്ടെന്ന് തന്നെ പോകണം നമുക്ക്. അങ്ങനെ ഇവിടെ എത്തി. ഭയങ്കര പിന്നെ ഇതൊന്നും കഴിക്കാൻ വെച്ചത്. അടുത്ത് ഒരുപാട് ഹോട്ടലൊന്നും ഇല്ല. ആകെയുള്ളൊരു ഹോട്ടൽ, അതിൻ്റെ പേര് ഫ്രണ്ട്സ് ഹോട്ടൽ എന്ന് പറഞ്ഞ ഹോട്ടലാണ്. പറയുന്ന കേൾക്കുന്നുണ്ടെന്ന് അറിയില്ല. ഭയങ്കര സൗണ്ടാണ്. ഓക്കെ, അപ്പോൾ ഞാൻ ഫുഡ് കഴിക്കട്ടെ. കഴിച്ച് സത്യം ഭയങ്കര ടയർഡാണ്.